നമ്മുടെ സഹോദരിമാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, റമളാനിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ? നോമ്പ് തുറ എന്നുള്ള പരിപാടി വെക്കും വീട്ടില്, നോമ്പ് തുറ എന്നുള്ള പരിപാടി. എന്നിട്ട് ളുഹർ കഴിഞ്ഞാൽ കോഴി ഉലത്തിയത്, കോഴി പരത്തിയത്, കോഴി പൊട്ടിത്തെറിച്ചത്, കോഴി ഓടിയത്, മണ്ടിയത് എന്ന് പറഞ്ഞിട്ട് 4 വിഭവങ്ങൾ ഒരുക്കും. പിന്നെ അതിന്റെ കൂടെ കണ്ട പൊരിച്ചതും കരിച്ചതും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. അന്നത്തെ ദിവസം ചിലപ്പോൾ ളുഹർ ഉണ്ടാകൂല, അസ്ർ ഉണ്ടാകൂല. മനസ്സിലായില്ലേ? നോമ്പ് തുറപ്പിക്കൽ സുന്നത്താണ്. ളുഹറും അസ്റും ഒരു മനുഷ്യന്റെ മേലും നിർബന്ധമായതാണ്. നിസ്കാരത്തിന് ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പള്ളിയിലുള്ള ഉസ്താദിന് ചോറുണ്ടാക്കുകയാണെങ്കിലും, പള്ളിയിലെ ഉസ്താദിന് പത്തിരിയും കുഴിപ്പത്തിരിയും മാനാ തോട്ടി അറിഞ്ഞ് ഒരുപാട് ഉണ്ടാക്കും. പള്ളിയിലെ ഉസ്താദും പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ ശുപാർശക്ക് വരൂലട്ടോ, എന്റെ നിസ്കാരം ഞാൻ നോക്കണം. താത്തമാരോട്, സഹോദരിമാരോട്, നമ്മുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കുക, എന്റെ ഫർളായ നിസ്കാരം അത് ഞാൻ നോക്കണം. ഏത് പള്ളിക്കത്തെ ഉസ്താദിന് 4 തട്ട് നിറയെ ചോറുണ്ടാക്കി കൊടുത്താലും ആ ഉസ്താദ് വരില്ല. നിസ്കാരം കളാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി ഇസ്ലാം അംഗീകരിക്കൂല. വളരെ ശ്രദ്ധിക്കുക, ജാഗ്രത നമ്മൾ പുലർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിനെ 2 കൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിക്കാൻ, റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ.